ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മുതൽ നമുക്ക് ഐ വിൽ നോക്കി എന്ന തായ് ബിയർ ഡ്രാമ കണ്ടു തുടങ്ങാം. ഇത് നല്ലൊരു കോമഡി ആയിട്ടുള്ളൊരു ബിയർ ഡ്രാമയാണ്. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ കാണിക്കുന്നത് ഒരു പയ്യനെയാണ്. അവൻ സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ടേക്കാണ്, സ്കൂളിൽ പോകാനായിട്ട്. എന്നിട്ട് റെഡി ആകുകയാണ്. ഒരു പഴയ കാലത്തെ പാട്ടൊക്കെയാണ് കേൾക്കുന്നത്. അവ റെഡിയായതിന് ശേഷം അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഒരു ഗ്യാങ് ആണ് കാണിക്കുന്നത്. അതിലൊരു ചെറുക്കൻ പറയുകയാണ്, ഞങ്ങളുടെ ഗ്യാങ്ങിൻ്റെ പേര് വാത്പൂ ഗ്യാങ് എന്നാണ്. ഈ പോകുന്ന ഇവനാണ് നമ്മുടെ ഗ്യാങ്ങിൻ്റെ ലീഡർ. ഇവൻ്റെ പേര് നോയ് വാത്പൂ എന്നാണ്. ഞങ്ങളുടെ ബോസ് ആണ് ഇവനെന്ന്. ഇവനാണ് നമ്മുടെ കഥയിലെ ഫസ്റ്റ് ഹീറോ. ഇവരിപ്പോൾ ഇങ്ങനെ ഒരുങ്ങി ഇങ്ങനെ നല്ലതായിട്ട് പോകുന്നത് വേറെ എവിടേക്കും അല്ല, പഠിക്കാനൊന്നുമല്ല. ഈ വരുന്ന ഈ പെണ്ണില്ലേ, ആ പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാനായിട്ടാണ് നോയ് വരുന്നത്. അവൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ കുറച്ച് താമര മുട്ട എടുത്തിട്ട് അവൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അപ്പം മുടിയൊക്കെ ഒതുക്കിയതിന് ശേഷം അവൻ പറയുന്നു, ഇത് വാങ്ങിച്ചോ, ഇതെൻ്റെ ഹൃദയമാണ്, ഇത് നിനക്കുള്ളതാണെന്ന്. ആ പെണ്ണാണെങ്കിൽ അത് കാണാത്ത മാതിരി അവിടെ നിന്ന് പോകാനായിട്ട് പോകുന്നു. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൊന്നെ ചോദിക്കുന്നു, നീ ഒരുപാട് ഓവറൊന്നും ആവല്ലേ, മര്യാദയ്ക്ക് വാങ്ങിച്ചിട്ട് പോടിയെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് നോയ് പറയും, നീ ചുമ്മാതിരിക്കുക, അവൾ വാങ്ങുമെന്ന്. ഈ പെണ്ണിൻ്റെ പേര് പാമെന്നാണ്. ഇവളാണെങ്കിൽ നോയ് കൊടുത്ത പൂവാണെങ്കിൽ വാങ്ങാതെ തട്ടി എറിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ടിട്ട് നോയിയുടെ ഫ്രണ്ടിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ ചോദിക്കുന്നു, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ ബോസ് തന്ന പൂ തള്ളി ഇട്ടിട്ട് പോകുമെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് നോയ് പറയും, വിട്ടുകള, അത് സാരയില്ലെന്ന്. അപ്പോൾ ഈ സമയത്ത് അവിടെ മറ്റൊരു പയ്യനെ കാണിക്കുന്നുണ്ട്. ആ പയ്യനാണെങ്കിൽ അറിയാതെ നോയിയുടെ ഹൃദയമെന്ന് പറഞ്ഞ പൂമൊട്ടില്ലേ, അതിൽ വന്ന് ചവിട്ടുന്നുണ്ട്. ഇവനാണ് നമ്മുടെ കഥയിലെ സെക്കൻഡ് ഹീറോ. ഇവൻ്റെ പേര് തീ എന്നാണ്. തീരെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പേടിത്തൊണ്ടനായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇവനാണെങ്കിൽ ആ പൂവിൽ ചവിട്ടിയും പോയി ഇനി എന്തോന്ന് ചെയ്യണമെന്നും അവനെ അറിഞ്ഞുകൂടാ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അയ്യോ സോറി, ഞാൻ അറിയാതെ ചെയ്തതാണെന്ന്. അപ്പോൾ നോയ്ക്കാണെങ്കിൽ അവൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ പൂവല്ലേ അത്, അപ്പോൾ അതിൻ്റെതായ ദേഷ്യമുണ്ട്. നോയുടെ ദേഷ്യം കണ്ടിട്ടാണെങ്കിൽ തീ വിചാരിക്കും, തറയിൽ കിടക്കുന്ന മുട്ട എടുത്ത് തിരിച്ചു കൊടുക്കാമെന്ന്. മുട്ട എടുക്കുമ്പോഴത്തേക്കാണ് അടുത്ത പ്രശ്നം. അതിൻ്റെ ഇതളെല്ലാം തറയിൽ കിടക്കണ, അവൻ്റെ കയ്യിൽ കമ്പ് മാത്രമുണ്ട്. ഇതും കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവന് മനസ്സിലാവും, പണി പാളി, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്നും പറഞ്ഞ് അവനെ തണ്ടും കൊണ്ട് ഓടുന്നു. അടുത്ത സീനിൽ ഫുഡ് കഴിക്കാനായിട്ട് നോയ് ഒരു കടയിൽ ഇരിക്കുന്നത് പോലെയാണ് കാണിക്കുന്നത്. നോയുടെ ഫ്രണ്ടാണെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു അങ്കിളിൻ്റെ അടുത്ത് നല്ലതുപോലെ ദേഷ്യപ്പെടുന്നുണ്ട്. അയാൾക്ക് പറയാണ്, നിങ്ങൾക്ക് കുറേ നേരം ആയില്ലേ ഒരു ഓർഡർ ചെയ്തിട്ട്, എന്നിട്ട് ഇതുവരെയായിട്ടും കൊണ്ടുവരാറായില്ലേ, ഇനി ഞാൻ അങ്കിളെന്നൊന്നും നോക്കില്ലെന്ന്. അപ്പോൾ ഈ സമയത്ത് നോയാണെങ്കിൽ പെട്ടെന്ന് അവിടെ മേശയിൽ അടിച്ചിട്ട് ചോദിക്കുകയാണ്, എത്ര മണിയായെന്ന്. അപ്പോൾ അവൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നു, 6 മണിയായി, എന്താടാന്ന്. അപ്പം നോയ് പറയുന്നു, അത് വേറെ ഒന്നുമില്ല, എൻ്റെ അമ്മ മാർക്കറ്റിൽ പോയി പച്ചക്കറി വാങ്ങാൻ പറഞ്ഞിരുന്നു, അപ്പം ഞാൻ അങ്ങോട്ട് പോവുകയാണ്, ഞാൻ പോകുന്നെന്ന്. നോയ് പോയതിന് ശേഷം അവൻ്റെ കൂട്ടുകാരൻ പറയണു, അപ്പം ഇത്ര പറയാൻ വേണ്ടിയാണ് ഇത്രയും ബിൽഡപ്പ് ഇട്ടേന്ന്. അതിനുശേഷം തീയെയാണ് കാണിക്കുന്നത്. തീയ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്. അവനൊരു ട്യൂഷൻ സെൻ്ററൊക്കെ നടത്തുന്നുണ്ട്. അവിടെ പഠിക്കുന്ന പെൺകുട്ടിയാണ് ഈ പാമ്പ്. അതുകൊണ്ടാണ് അവൻ നേരത്തെ ഈ നോയ് പ്രപ്പോസ് ചെയ്തില്ലേ, ആ സമയത്ത് അവിടെ വന്ന് നോക്കിക്കൊണ്ട് നിന്നത്. തീ അവിടെ നിന്ന് ട്യൂഷനൊക്കെ ശേഷം ബസ്സിലേക്ക് കയറിയാണ്. ബസ് കയറി നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരാൾ നിൽക്കുന്നു. അവിടെ നിൽക്കുന്നത് മറ്റാരുമല്ല, നോയാണ്. നോയ് കണ്ടുടനെ അവ അവിടെ നിന്ന് തിരിഞ്ഞതിന് ശേഷം പറയണ, അയ്യോ ദൈവമേ ഇവനോ എന്ന്. ഇത്രയും പറഞ്ഞതിന് ശേഷം അവ അവിടെ നിന്ന് മാറി നിൽക്കാമെന്നും പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ പോകുമ്പോഴത്തേക്കും ഒരാൾ അവനെ പുറകിലോട്ട് തള്ളിയിടുന്നുണ്ട്. തള്ളു കെട്ടി അവൻ ചെന്ന് വീഴുന്നത് നോയുടെ പുറത്തേക്കാണ്. തീ ഇങ്ങനെ പേടിച്ച് തറയിലോട്ട് തന്നെ നോക്കുന്നത് കണ്ടിട്ട് അവിടെ നിൽക്കുന്ന ഒരാൾ ചോദിക്കുന്നു, അല്ല മോനെ, നിന്റെ എന്തെങ്കിലും സാധനം തറയിൽ വീണായിരുന്നോ, അത് നോക്കേണ എന്ന്. തീയാണെങ്കിൽ അയാൾ പറയുന്നത് കേട്ടിട്ട് നോയ് കാണാതിരിക്കണ്ടേ അവനെ, അതുകൊണ്ട് കള്ളം പറയുന്നു. അതേ, പക്ഷേ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ലെന്ന്. തീ പറയുന്നത് കേൾക്കാതെ അയാൾ എല്ലായിടത്തും പറയുന്നുണ്ട്, അയ്യോ ഈ പയ്യൻ്റെ എന്തോ സാധനം തറയിൽ വീണു, നിങ്ങളെല്ലാവരും ഒന്ന് നോക്കിയെടുത്ത് കൊടുക്കാനായിട്ടൊന്ന് സഹായിക്കുന്നു. എന്നിട്ട് അവരെല്ലാവരും അവിടെ ഓരോ സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഈ സമയത്ത് നോയ്ക്ക് അവിടെ നിന്നൊരു പേന കിട്ടുന്നുണ്ട്. എന്നിട്ട് നോയ് അവൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഇത് നിൻ്റെ പേനയാണോ എന്ന്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവനെ ഫ്രണ്ടിലോട്ട് തിരിക്കുകയാണ്. ഫ്രണ്ടിലോട്ട് തിരിക്കുമ്പോഴാണ് നോയ് കാണുന്നത് അത് തീയാണെന്ന്. അവനെ കണ്ടുടനെ അവൻ ചോദിക്കുന്നു, എടാ നീയോ എന്ന്. നോയ് ഇങ്ങനെ തീയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന ഒരു പെണ്ണ് എണീറ്റിട്ട് പറയുന്നുണ്ട്, ആ പേന എൻ്റേതാണെന്ന്.
ആ പെണ്ണ് ആ പേന വാങ്ങിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും നോയ് അത് കൊടുക്കുന്നില്ല. എന്നിട്ട് വീണ്ടും അവൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഇത് നിന്റെ പേനയാണോ എന്ന് പറയടാന്ന്. അപ്പൊ തീയാണെങ്കിൽ ഒരു പേടിച്ചിരിയോടെ പറയുന്നു, ഇതെന്റെ പേന അല്ലെന്ന്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു ബസ് നിർത്തുമ്പോൾ. എന്നിട്ട് തീ പോകുന്ന വഴിയെല്ലാം തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് പോകുന്നത്, നോയ് ഫോളോ ചെയ്ത് വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. നോയ് ഫോളോ ചെയ്യുന്നില്ലെന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും അവൻ പറയണ്, ഓ സമാധാനായെന്ന്. എന്നിട്ട് അവൻ വീട്ടിലേക്ക് കയറി പോവുകയാണ്. സ്റ്റെപ്പിലേക്ക് കയറുന്ന സമയത്ത് അവൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നോയ് വന്ന് നിൽക്കുന്നു. അത് കണ്ടിട്ട് അവൻ പേടിച്ചിട്ട് അവൻ്റെ ചോദിക്കുകയാണ്, അയ്യോ നീ ഇവിടെ ആയിരുന്നോ താമസിക്കുന്നത്? നീ എത്രാമത്തെ ഫ്ലോറിലാണ്? ഇവിടെ താഴെയാണോ അതോ മുകളിലാണോ? മുകളിലാണെങ്കിൽ ലിഫ്റ്റിൽ കൂടെ പോകുന്നതിലേ എളുപ്പം, എന്തിനാണ് ഈ സ്റ്റെപ്പ് കയറി ബുദ്ധിമുട്ടുന്നതെന്ന്. ഇവനിങ്ങനെ ബന്ധമില്ലാതെ സംസാരിക്കുന്നത് കേട്ടിട്ട് നോയ് ചോദിക്കുന്നു, അല്ല നിനക്ക് അത്ര അറിഞ്ഞൂടെ ഞാൻ ഇവിടെ എന്തിനാണ് വന്നേന്ന്. ഇവനാണെങ്കിൽ ഇത് കേട്ടിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട്. ഇവന്റെ പിന്നാലെ നോയും പോകുന്നു. നോയ് തീയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നു, മര്യാദയ്ക്ക് എൻ്റെ ഹൃദയം താടാന്ന്. അപ്പൊ അവൻ ചോദിക്കുന്നു, ഹൃദയമോ? നീ എന്ത് കാര്യമോ പറയുന്നേന്ന്. അപ്പൊ നോയ് ചോദിക്കുന്നു, ഞാൻ ഇനി എന്ത് കാര്യമൊന്നും നിന്റെ അടുത്ത് പറഞ്ഞു തരണോന്ന്. അപ്പൊ തീ ചിന്തിക്കുകയാണ്, ഇവൻ എന്ത് കാര്യമാ ഇങ്ങനെ പറയുന്നേന്ന്. എന്നിട്ട് അവൻ ഓർക്കുകയാണ് ഈ ലോട്ടസിന്റെ കാര്യം. അപ്പൊ അവന് മനസ്സിലാകുന്നുണ്ട് നോയ് പറയുന്നത് ലോട്ടസിനെ പറ്റിയാണെന്ന്. എന്നിട്ട് അവൻ ചോദിക്കുന്നു, നീ ആ ലോട്ടസിനെ പറ്റിയാണോ പറയുന്നത്? എങ്കിൽ ഞാൻ അത് പോകുന്ന വഴി തന്നെ കളഞ്ഞിട്ടുണ്ടെന്ന്. തീ പറയുന്നത് കേട്ടിട്ട് നോയ് ആണെങ്കിൽ തീരെ അടുത്തേക്ക് ചെല്ലുന്നു. അത് കണ്ട് പേടിച്ചിട്ട് തീയാണെങ്കിൽ സ്റ്റെപ്പിൽ നിന്ന് കാല് തെറ്റി വീഴാൻ പോകുന്നു. തീയെ നോയ് കുറച്ചു നേരം പിടിച്ചൊക്കെ നിർത്തുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ തറയിലേക്ക് തള്ളിയിടുന്നു. ഇവനാണെങ്കിൽ ചെന്ന് വീഴുന്നത് നടു ഇടിച്ചാണ്. തീ അവിടെ വേദന കൊണ്ട് നടുവും തടവിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നോയ് ചോദിക്കുന്നു, അല്ല നീ കരുതിയോ ഞാൻ കുറച്ച് കാണാൻ നല്ല ഹാൻസം ആയതുകൊണ്ട് നിന്നെ അങ്ങ് രക്ഷിച്ചു കളയുമെന്ന്. അപ്പൊ തീ പറയുന്നു, അയ്യോ ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ലെന്ന്. തീ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നോയ് അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു, നീ എത്ര പെട്ടെന്നാണല്ലേ എൻ്റെ ഹൃദയം അങ്ങ് വലിച്ചെറിഞ്ഞത്? നീ അതിനെ എന്ത് പറഞ്ഞാലും എനിക്ക് തിരിച്ചു കൊണ്ടുവന്ന് തന്നേ പറ്റുള്ളെന്ന്. അപ്പൊ തീ ചോദിക്കുന്നു, ഞാനത് നാളെ കണ്ടുപിടിച്ചോണ്ട് തന്നാ മതിയോ എന്ന്. അപ്പൊ നോയ് പറയും, പറ്റത്തില്ല, അത് നീ ഇന്ന് തന്നെ എനിക്ക് കണ്ടുപിടിച്ചോണ്ട് തന്നേ പറ്റുള്ളെന്ന്. അവിടെ നിന്ന് രണ്ടുപേരും കൂടി തീ പൂത്തണ്ടിറങ്ങിയ സ്ഥലത്തേക്കില്ലേ അവിടേക്ക് പോകുന്നു. ആ സമയം നല്ല മഴയുണ്ടായിരുന്നു. തീയാണെങ്കിൽ ആ കൂരിരുട്ടിൽ ആ കാട് ഫുള്ള് നോക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, അവൻ ആ തണ്ടൊഴികെ ബാക്കി എല്ലാം അവിടെ കാണുന്നുണ്ട്. തീക്ക് അവസാനം മനസ്സിലാവുന്നുണ്ട് അവനെ കൊണ്ട് പറ്റത്തില്ല ആ പൂത്തണ്ട് കണ്ടുപിടിക്കാനായിട്ടെന്ന്. അങ്ങനെ അവൻ നോയോട് ചോദിക്കുന്നു, ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിനക്കൊരു പുതിയ പൂ വാങ്ങിച്ചുകൊണ്ട് തരാമെന്ന്. ഇത് കേട്ടിട്ടാണെങ്കിൽ നോയ് ദേഷ്യപ്പെടുന്നു. ഇത് കണ്ടിട്ട് അവൻ പറയുന്നു, എന്നാൽ ശരി, നിനക്ക് ഞാൻ 2 അല്ലെങ്കിൽ 3 പൂ വാങ്ങിച്ചുകൊണ്ട് വരാം, അല്ലെങ്കിൽ വേണ്ട നിനക്ക് കൈ നിറയെ ഞാൻ പൂ വാങ്ങിച്ചുകൊണ്ട് തരാമെന്ന്. ഇത് കേട്ടിട്ട് ദേഷ്യത്തോടെ നോയ് വന്നിട്ട് ചോദിക്കുന്നു, അല്ല നീ എന്നെ കളിയാക്കുകയാണോ? നീ പൈസ കൊടുത്ത് പുതിയത് വാങ്ങിച്ചുകൊണ്ട് തന്നു കഴിഞ്ഞാൽ ആ പൂവിന് പകരമാകുമോ എന്ന്. അതുപോലെ നീ കേട്ടോ, നിനക്ക് ഞാൻ 1 ദിവസം ടൈം തരാം, അതിനുള്ളിൽ നീ എനിക്ക് ആ പൂ തിരിച്ചു കൊണ്ടുവന്ന് തരണം, ഇല്ലെങ്കിൽ നീ അതിൻ്റെ അനന്തരഫലങ്ങൾ കൂടി അനുഭവിക്കേണ്ടി വരുമെന്ന്. പിന്നെ നീ എൻ്റെ പേരോർത്തോ, നോയ് വാത്പു. അതുപോലെ നീ എന്നെ പറ്റിക്കാന്ന് കരുതണ്ട, നിന്റെ വീട് എനിക്ക് അറിയാന്ന്. എന്നിട്ട് നോയ് അവിടെ നിന്ന് പോവേണ്. അപ്പൊ തീയാണെങ്കിൽ നോയിന്ന് അവനെ വിളിച്ചിട്ട് പറയുന്നു, ആ കുട എൻ്റെതാണ്, ഇങ്ങ് തന്നിട്ട് പോവോ എന്ന്. അപ്പൊ നോയ് ആണെങ്കിൽ ആ കുട അങ്ങ് എടുത്ത് എറിഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. തീ നോയ് പോയതിന് ശേഷം ആ കുട പോയി എടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയണ, അയ്യോ ദൈവമേ, ഞാൻ എങ്ങനെയോ എന്തോ ആ പൂത്തണ്ട് അവന് കണ്ടുപിടിച്ചു കൊടുക്കുന്നേന്ന്. എന്നിട്ട് അവൻ അവിടെയൊക്കെ കമ്പിട്ട് ഇളക്കി നോക്കുന്നുണ്ട്. എന്നിട്ടും അവന് പൂത്തണ്ട് കിട്ടുന്നില്ല. പിറ്റേന്ന് അവൻ്റെ കോളേജാണ് കാണിക്കുന്നത്. അവിടെ അവന് ക്ലാസ് നടക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്തും അവൻ ഉറങ്ങിയാണ്. കാരണം അവൻ ഇന്നലെ ആ പൂത്തണ്ടം നോക്കിക്കൊണ്ട് നിൽക്കുകയല്ലായിരുന്ന. ക്ലാസ്സിലെ ടീച്ചർ ഇറങ്ങി പോയതിന് ശേഷം അവർ ക്യാൻറ്റീനിലേക്ക് പോവുകയാണ് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് തീയാണെങ്കിൽ നോയിനെ പറ്റി ഇവരത്തെല്ലാം പറയുന്നുണ്ട്. അവൻ പറയുന്നത് ഇങ്ങനെയാണ്, എന്നെ ഒരു സ്കൂൾ സ്റ്റുഡൻറ്റ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ചിരിച്ചിട്ട്, നിന്നെ സ്കൂളിലെ സ്റ്റുഡൻറ്റ് ഭീഷണിപ്പെടുത്തുന്നോ, എന്തിനെന്ന് നീ തെളിച്ച് പറയാൻ. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ ഒരു താമരമുട്ട് ചവിട്ടി ഇല്ലാതാക്കി കളഞ്ഞായിരുന്നു. ആ ചെറുക്കനാണെങ്കിൽ ആ പൂവും ചോദിച്ചിപ്പോൾ നടക്കുകയാണെന്ന്. അപ്പോൾ ഇവരാണെങ്കിൽ ഇവനെ കളിയാക്കുന്നുണ്ട്, ഒരു പൂവിൻ്റെ പേരിൽ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ കേട്ടപ്പോൾ.
അപ്പോൾ തീ പറയുന്നു അങ്ങനെയല്ലടാ, അവനെ കണ്ടാൽ തന്നെ പേടിയാകുമെന്ന്. ഇവൻ പറയുന്നത് കേട്ടിട്ട് വീണ്ടും അവൻ്റെ ഫ്രണ്ട്സ് അവനെ കളിയാക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ അവസാനം അവൻ പറയുന്നു, എനിക്ക് നിങ്ങൾ ആരും സഹായം വേണ്ട, എനിക്ക് എന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാമെന്ന്. എന്നിട്ട് അവൻ ചിരിച്ചിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ അവൻ ഒരു പൂക്കടയിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇതിന് ശേഷമുള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ ഒരു ഹായ് എങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.